ശബരിമല കൊടിമര പുനഃപ്രതിഷ്ഠയിൽ പ്രഥമ ദൃഷ്ട്യാ ക്രമക്കേട് നടന്നിട്ടില്ലെന്ന് വിജിലൻസ്. ത്വരിതാന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതി അംഗീകരിച്ചു. കേസ് ഹൈക്കോടതി അവസാനിപ്പിച്ചു. പുനഃപ്രതിഷ്ഠ ഹൈക്കോടതി അനുമതിയോടെയെന്നും UDF കാലത്ത് ക്രമക്കേട് നടന്നിട്ടില്ലെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ഒരു തെളിവില്ല. കാരണം എന്താ, ഹൈക്കോടതി നിയോഗിച്ച അഡ്വക്കേറ്റ് കമ്മീഷണറുടെ സാന്നിധ്യത്തിലാണ് നടത്തിയത്. അഡ്വക്കേറ്റ് കമ്മീഷണർ അത് സംബന്ധിച്ച റിപ്പോർട്ട് ഹൈക്കോടതിക്ക് കൊടുക്കുകയും ഹൈക്കോടതി അതിനെ അഭിനന്ദിക്കുകയും ചെയ്തതാണ്. ഇത് മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ കാര്യം വെറുതെ പറയുന്നില്ല, അതിലൊരു കാര്യമില്ല. കോൺഗ്രസ് പറഞ്ഞത് വിജിലൻസ് അന്വേഷണത്തിലും തെളിഞ്ഞെന്ന് അന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗമായിരുന്ന കോൺഗ്രസ് നേതാവ് അജയ് തറവിൽ പറഞ്ഞു. എങ്ങനെയെങ്കിലും ഒരു കോൺഗ്രസ്സുകാരെ ഇതിനകത്ത് പെടുത്താൻ കഴിയുമോ എന്ന കാര്യത്തെ ആലോചിച്ചുകൊണ്ട് ഞങ്ങൾ സുതാര്യമായി നടത്തിയ ഒരു കാര്യത്തെക്കുറിച്ച് അന്ന് ഇവിടെ വന്ന് ഒരു ഹൈക്കോടതിയിൽ കൊടുത്തു. പക്ഷേ ഹൈക്കോടതി ആ SITയെ ഏൽപ്പിച്ചില്ല. ഹൈക്കോടതി സ്റ്റേറ്റ് വിജിലൻസിനെ ഇൻവെസ്റ്റിഗേഷന് വേണ്ടി ക്വിക്ക് വെരിഫിക്കേഷൻ ഏൽപ്പിച്ചു. ഹൈക്കോടതി ഞങ്ങൾ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് ഞങ്ങൾ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ്. ഹൈക്കോടതി ആ കേസ് അവസാനിപ്പിക്കാൻ പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഇത് ഞാൻ അന്ന് പറഞ്ഞു, ഇത് എൻ്റെ അഗ്നിശുദ്ധി വരുത്താൻ, ജനങ്ങളുടെ മുന്നിൽ അഗ്നിശുദ്ധി വരുത്താൻ കഴിയുന്ന ഒരു കാര്യമായിരിക്കും. വിഷ്ണു സുരേഷ് വിശദാംശങ്ങളുമായി. വിഷ്ണു, നമുക്കറിയാം ദ്വാരപാലക ശില്പപാളി കേസ് അതിനുശേഷം പുറത്തേക്ക് വന്ന ഒന്നാണ് കൊടിമര പുനഃപ്രതിഷ്ഠയിൽ അതിലും ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നുള്ളത്. ഏത് തരത്തിലേക്ക് വിജിലൻസ് അന്വേഷണം നടത്തിയെന്നതാണ്. അതിന്റെ വിശദാംശങ്ങളൊക്കെ ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടല്ലോ. 2017 ശബരിമല കൊടിമര പുനഃപ്രതിഷ്ഠ നടക്കുന്നത്. അന്ന് UDF ആണ് ഈ തിരുവിതാംകൂർ ഭരണസമിതിയിൽ ഉള്ളത്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ സംഭാവന നൽകിയ സ്വർണത്തിൽ ചില ക്രമക്കേടുകളുണ്ട് എന്ന് പ്രഥമ ദൃഷ്ടിയാൽ തോന്നുകയും അതിന്റെ ഒരു പരാതി ഹൈക്കോടതിക്ക് മുമ്പാകെ വരികയും അതിൽ വിശദമായ ഒരു അന്വേഷണം നടത്താൻ ഹൈക്കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തത്. ത്വരിത പരിശോധനയാണ് നടത്തിയത്. വിജിലൻസിന്റെ ലഭ്യമായ വിവരമനുസരിച്ച് 412 ഗ്രാം സ്വർണമാണ് കൊടിമര പുനഃപ്രതിഷ്ഠയ്ക്ക് വേണ്ടി അന്ന് ഉപയോഗിച്ചത്, അന്ന് സംഭാവനയായി ലഭിച്ചത്. ആ 412 ഗ്രാം സ്വർണവും ഈ കൊടിമര പുനഃപ്രതിഷ്ഠയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു എന്നാണ് കണ്ടെത്തൽ. അത് വാജി വാഹനത്തിനും അതോടൊപ്പം തന്നെ അഷ്ടദിക്പാലകരുടെ സ്വർണം പൂശലുമായി ബന്ധപ്പെട്ടൊക്കെ ആ സ്വർണം പൂർണ്ണമായി ഉപയോഗിച്ചിട്ടുണ്ട്. 27 പേരാണ് സ്വർണം നൽകിയത്. അതിൽ 23 പേരുടെ മൊഴി രേഖപ്പെടുത്തി. സിനിമാ താരങ്ങൾ അടക്കമുള്ള ആളുകൾ ആ പട്ടികയിലുണ്ട്. 4 പേരെ കണ്ടെത്താനായിട്ടില്ല എന്നും വിജിലൻസ് നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ഈ വിശദമായ പരിശോധന, അതായത് ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തിയ ഘട്ടത്തിലാണ് ഇതിൽ കേസെടുക്കാൻ പറ്റില്ല, പ്രഥമ ദൃഷ്ടിയാൽ കേസെടുക്കുന്നതിന് വേണ്ടിയുള്ള തെളിവുകളില്ല എന്നൊരു നിഗമനത്തിലേക്ക് വിജിലൻസ് എത്തിയത്. അതിന്റെ റിപ്പോർട്ടാണ് ഇന്ന് രാവിലെ തന്നെ ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന് മുമ്പാകെ വിജിലൻസ് നൽകിയത്. ആ റിപ്പോർട്ട് ഹൈക്കോടതി അംഗീകരിച്ചു. ആ പശ്ചാത്തലത്തിലാണ് കേസിന്റെ നടപടികൾ തീർപ്പാക്കി എന്ന നിലപാടിലേക്ക് ഹൈക്കോടതി എത്തിയത്. ഈ കേസ് ഇതിൽ അന്വേഷണം നടത്താൻ പറഞ്ഞ ഘട്ടത്തിലൊക്കെ ഇത് LDF വലിയ ആയുധമായി UDFനെതിരെ ഉയർത്തിയിരുന്നു. സ്വർണം ദ്വാരപാലക ശില്പത്തിന് പ്രതിരോധിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു അന്വേഷണമായി ഇതിനെ LDF ഉപയോഗിച്ചിരുന്നു. UDF വലിയ പ്രതിരോധത്തിലേക്കും പോയിരുന്നു. പക്ഷേ നിലവിൽ UDFനെ സംബന്ധിച്ച് ആശ്വാസമായ നിലപാടാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ആ കേസിന്റെ നടപടികൾ അവസാനിച്ചു. ശബരിമല കൊടിമര സ്വർണ്ണ പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് അതിൽ ക്രമക്കേടുകൾ നടന്നിട്ടില്ല എന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. നേരത്തെ തന്നെ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഈ കൊടിമര പുനഃപ്രതിഷ്ഠയിൽ അന്നത്തെ ASP ആയിരുന്ന കുറുപ്പിനെ അഭിനന്ദിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി. 6 റിപ്പോർട്ടുകൾ എന്നത് ഹൈക്കോടതിക്ക് മുമ്പാകെ സമർപ്പിച്ചിരുന്നു. കൊടിമര പുനഃപ്രതിഷ്ഠ വളരെ ഗംഭീരമായി നടന്നു എന്നായിരുന്നു അന്ന് ദേവസ്വം ബെഞ്ച് സ്വീകരിച്ച നിലപാട്. പക്ഷേ ഇപ്പോൾ ഈ ശബരിമലയിലെ വിവാദങ്ങളൊക്കെ വന്ന പശ്ചാത്തലത്തിലാണ് അതിൽ കൂടി അന്വേഷണം നടത്തി ഒരു ക്വിക്ക് വെരിഫിക്കേഷൻ നടത്താൻ ദേവസ്വം ബെഞ്ച് നിർദ്ദേശിച്ചത്. അതിൽ പ്രകാരം നടത്തിയ അന്വേഷണത്തിലും അതിൽ ക്രമക്കേടില്ല എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. UDFനെ സംബന്ധിച്ച് വലിയ ആശ്വാസം നൽകുന്ന ഒരു റിപ്പോർട്ടാണ് വിജിലൻസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. ഹൈക്കോടതി ആ കേസിന്റെ നടപടികളൊക്കെ അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.